ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, ப்ரீவியஸ் பார்ட் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷனில் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ நெக்ஸ்ட் பார்ட்குள்ளே போயிடலாம். கோஇன்சிடென்ட்டா இவர் வந்து பார்க்க போறாரு நினைக்கிறேன். இவர் வேலை பார்க்குற வீட்டில் தான் அக்கிஸ்ட் இருக்கான். இப்போ லாலேட்டன் வந்துட்டு இவர் இந்த வீட்டுக்காரர் பார்த்தாருன்னா, ஓ இந்த அளவுக்கு நெருங்கிட்டாங்கன்னு சொல்லிட்டு நினைச்சுப்பாங்க. எஸ், இந்த கெட்டப்பு தாமா வந்துட்டு. ஏய் திலகன், അനന്തൻ നമ്പ്യാർ, നിങ്ങൾ ഞാൻ அங்கிருந்து தப்பிச்சிங்க. இவர் தான்பா அவங்க ராஜேந்திர கொண்டு ஜெயிலிருந்து தப்பிச்சுட்டு வந்திருக்காங்கப்பா. இருக்கலாம், ராஜேந்திர கொண்டது இந்த குரூப் தான். இவங்க ரெண்டு பேரும் தோஸ்தா வேற ஆயிட்டாங்க. இப்ப நான் வந்து சீனிவாசன் வந்து கெட்ட போட்டு வராரு நினைச்சேன். அந்த இடத்துல நானும் யாரும் உள்ள போயிட்டு இருக்காங்கன்னு நினைச்சேன். நியூஸ் பேப்பர்ல ஏதோ இருக்கு, அதனாலதான் இவ்வளவு க்ளோஸா பேப்பரை കാണിக்கிறாங்க. 15 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചു. കവറത്തി ഐലൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ബോട്ടിൽ നിന്ന് കസ്റ്റംസ് ഓഫീസർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം 15 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടികൂടി. കള്ളക്കടത്ത് സംഘത്തിലെ 3 പേരെ അറസ്റ്റ് ചെയ്തു. 2 പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടു. കഷ്ടം, ഈ കസ്റ്റംസുകാരെ കൊണ്ട് തോറ്റു. കള്ളക്കടത്തുകാർക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. കള്ളക്കടത്ത് രാജാവ് അനന്തൻ നമ്പ്യാർ ജയിൽ ചാടി. മദ്രാശി ആസ്ഥാനമാക്കി കള്ളക്കടത്തും കൊലപാതകങ്ങളും നടത്തി കുപ്രസിദ്ധി ആർജിച്ച അനന്തൻ നമ്പ്യാർ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിൽ ചാടി കടന്നു കളഞ്ഞു. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും അനന്തൻ നമ്പ്യാരെ വീഴ്ത്താനുള്ള വല വീശിക്കഴിഞ്ഞുവെന്ന് പോലീസ് കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനന്തോ, അനന്തൻ നമ്പ്യാരെ ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ പ്രഭാകരൻ നമ്പി. ഞാനങ്ങ് ഭയന്ന് പോയല്ലോടോ. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത്. താനിക്കത് പറയാം. ഞാൻ അനുഭവിച്ചതിന്റെ 100-1 താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. മദ്രാസി കള്ളക്കടത്ത് രാജാവായിരുന്ന എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അവന്മാരെ തട്ടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ആ ഭയങ്കരന്മാരുടെ അടുത്ത് എന്റെ അടവൊന്നും ഫലിച്ചില്ല. പിന്നെ എന്തൊക്കെയുണ്ട് പ്രഭാര വിശേഷങ്ങള്? തന്റെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാതെ? കള്ളക്കടത്തും കൊലപാതകമൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ നടന്നു പോകുന്നു. എന്നാലും ഞാൻ ജയിലില്ല എന്നറിഞ്ഞിട്ട് തനിക്കൊന്നും കാണാൻ തോന്നിയില്ലല്ലോ. അതിന് ആ സമയത്തെല്ലാം ഞാൻ ഇടുക്കിയിലായിരുന്നു. അവിടെ കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ താൻ അകത്തായ വിവരം ഞാൻ അറിയുന്നത്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. Oh my God. Oh my God. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നതാ. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവും ഇല്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ. എന്റെ ഭാര്യയെ ഞാൻ ഈ പത്രം കാണിച്ചിട്ടില്ല. എന്റെ രഹസ്യങ്ങളൊന്നും അവർക്ക് പോലും അറിയില്ല. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടൽ വെച്ചൊരു മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോ ആവശ്യം, ഒളിച്ചിരിക്കാണ്ട് ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. എന്നാ ഞാൻ ചെന്ന് പോലീസിൽ ഇവിടെ കൊടുക്കട്ടെ? അതാണ് നല്ലത്. ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. ഈ വീട്ടിൽ എന്തായാലും തന്നെ നിർത്താനൊക്കത്തില്ല. താൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൊപ്രാക്കളത്തിൽ പോയി നിൽക്കും. പക്ഷേ താൻ അടിമുടി ഒന്ന് മാറണം. എന്ന് വെച്ചാ വേഷം മാറണം. തലയിൽ ഒരു വിഗ് വെക്കണം, ഒരു താടി വേണം. പിന്നെ പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുമ്പോഴുള്ള തന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം. ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം. അല്ലെങ്കിൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത്. ചേട്ടന് പഴഞ്ചോറ് കിട്ടിയോ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. അയ്യോ, പറഞ്ഞില്ലല്ലോ. മുൻകോപക്കാരെ എനിക്ക് ഇഷ്ടമാ. അവരുടെ ഉള്ളിൽ സ്നേഹം കാണും. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇവർക്ക് ഒരു ക്യാരക്ടർ എഴുതിയിട്ടായിരുന്നു പോലെ. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000-ലേറെ ശമ്പളം വാങ്ങുന്നവനാ ഞാൻ. 1000 രൂപയോ? ലോണ പറയാതെ എന്റെ ചേട്ടാ. മാസത്തിൽ 40 രൂപയാ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ തള്ള പറഞ്ഞു. കള്ളൻ. ആഹാ, എന്തുവാ ഇവിടെ രണ്ടാളും കൂടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി വെക്കുവോ? തങ്കപ്പാ, നീ ആ സൈക്കിൾ എടുത്തോണ്ട് നമ്മുടെ കൊപ്രാക്കളം വരെ ഒന്ന് പോണം. ഒരാളെ അവിടെ കൊണ്ടാക്കണം. ഓ, യേശുദാസൻ പേരാക്കിട്ടങ്ങ് വേറെ. ആരാണെന്ന് തന്നോടാ ചോദിച്ചത്. എങ്ങനെ താൻ അകത്ത് കയറി? ഞാൻ പിന്നെ இவங்க பொய்யா லவ் பண்ண சொல்லுவாங்க. ഇവരും ഇപ്പടിதான் பேசுவாரு. അമ്മ, എന്റെ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി ഇന്നലെ രാത്രി അമ്മ കണ്ടില്ലേ? ആ, നിന്റെ കൂടെ കോണിപ്പടി കയറി പോയത് ഇയാളായിരുന്നു. അപ്പൊ ഇയാൾക്ക് താടി ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഉണ്ടായിരുന്നമ്മേ. காமெடியா இருக்கு பாருங்களா இந்த வாய்ஸ்ல பேசும்போது. ഇരിക്കുന്ന നിന്റെ കുപ്പായല്ലേ? അത് പിന്നെ ഞാൻ ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ஐயோ ஆஹா, ரெண்டு பாரு விஷயம் ஒண்ணு சேருது. அதான் എടാ തങ്കപ്പാ, നീ എങ്ങോട്ടാ? എബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. കൊപ്രാക്കളത്തിലേക്കല്ലേ? ആ, കൊപ്ര അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പാ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. இவங்க ரெண்டு பேரும் ஒண்ணா போறாங்களா? ഒത്തിരി ദൂരം പോണോ? അടുത്താ. കൊപ്രക്കളത്തില് കൂലിപ്പണിക്ക് வாய்ஸ் பாக்க അല്ല, ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. ഞാനേ സൈക്കിളിൽ ചവിട്ടിയാ മതി. അല്ല, പറഞ്ഞല്ലേ ഉള്ളൂ. யார் பேசுறாங்கன்னு புரியலப்பா. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാട് വണ്ടി ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ചേട്ടന്റെ നാടെവിടാ? എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട നടത്തിയിരുന്നു. ரெண்டு லெஜண்ட் பேசிக்கிறேன். ஐயோ கடவுளே. ചേട്ടൻ ഇറങ്ങിക്കോ. ഇവിടെയാണോ? അതെ. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് മുൻ പരിചയമുണ്ടല്ലോ. ഇല്ല, ഏയ് ഇല്ല. தெரிஞ்சு விஜய்ன்றா எல்லாத்தையும் கண்டுபிடிக்க போறாரு போல. இந்த பாட்டு ஞாபகம் இருக்கா? பொய்யா லவ் பண்ணுன்னு சொல்லி ஒரு பொண்ணு அனுப்புவாங்கல்ல, ரெண்டு ஃபேமிலில. இந்த பாட்டி, இந்த பிலோமினா பாட்டி. വരൂ. ஐயோ സാർ, സാർ എവിടെയായിരുന്നു? അതെവിടായിരുന്നു? സാർ ഈ വാതിലിൽ കൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആ വാതിലിൽ കൂടെ കയറി, പിന്നെ ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നു. നമുക്ക് താഴെ ഇരിക്കാം. വീടൊക്കെ ഒന്ന് കണ്ടല്ലോ. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല സാർ. അല്ല, ഇവരുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ദേവു, രണ്ട് ചായ വേണം. அவர் பய ஐயோ அவர் இருந்த ரூம் தான் அது. സാർ, ഈ മുറിയില് ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സാർ. ചുമ്മാ മുറിയല്ലേ? എന്താ? ചുമ്മാ മുറി. ആ, അതെ. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളാണ് സാർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും മാന്യതയും ഒക്കെ ഉള്ളവരാണ് സാർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. കറക്റ്റ്. ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പറയാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. மாப்பனா எடுத்ததானே ஏதாச்சும் சூப்பரா கண்டுபிடிக்கலாம். அவர் மேலே ஊத்திக்க போறாரு நினைக்கிறேன். ஐயோ റാസ്കൽ, മനുഷ്യൻ സാർ, അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് നിർത്തും. ഈ റാസ്കൽ കഴുതയല്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. കോവരക്കാരൻ. മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്. இரு, உனக்கு வாங்கி தரேன். இங்க பாத்தியா மீன்லாம் போட்டு அதுல காலிங்க. ஐயோ யாரா அவன்? அந்த சமயக்காரன் தானே அவன்? தெரியலையே. അയ്യോ, அவன் தான் சமயக்காரன் தான். இந்த படம் ஃபுல்லா அவருக்கு அடி வாங்குறதா வேலை போல. ഈ തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലമലാതി സീരിയലുകളുടെ ജോലിക്ക് വന്ന എനിക്ക് ഇത് കിട്ടണം. ബാബു, തോന്നിയ ദിവസം പറയരുത്.
ഞാൻ ഇനി തോന്നി മാത്രമേ പറയൂ. അളപ്പളാതിയാ മുഖംമൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാ. എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് ദാമു. നിങ്ങൾ അവണ്ണന്മാര് തുടങ്ങിയിട്ട് എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? ഷട്ടപ്പ് ദാമു. എടുത്തു. എനിക്ക് ജീവിതം എടുത്തു. இவர் தான் கரெக்டா கண்டுபிடிச்சிருக்காரு நீங்க 2 பேரும் மண்டம் மாறுன்னு. നീ ഒരു നയവഞ്ചകനാണ്. തോളിലിരുന്ന് ചെവി തിന്നുന്നവനാണ്. ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. അണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയെ ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാര്? അതെ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? എങ്ക പോണ അടിതാ. ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സിഐഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ, വരാം. ആ, ഉടനെ വരാം. സ്റ്റേറ്റ് പോലീസ്, തമിഴ്നാട് സിഐഡി, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. കേസിന് വല്ല പുരോഗതി ഉണ്ടോ അത് പറ. കേസ് വളരെ ഓ തമ്പുരാനെ മീറ്റ് பண்ணிட்டாரு. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. ആറാം തമ്പുരാൻ. പോലീസ് പറയുന്ന പോലെ സംശയം തോന്നുന്ന ആളെ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാർ ഞങ്ങളോട് പറയരുത്. നിങ്ങൾ ആരെ സംശയിക്കുന്ന പറയുന്നത്? ആള് ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് സാർ. ആര്, ഞാനോ? അല്ല, ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം. കോൺസ്റ്റബിൾ, കൺസ്റ്റബിൾ ശരി മിസ്റ്റർ വിജയൻ, ഓപ്പൺ ദ ബോക്സ്. പെട്ടി തുറക്കൂ. ഓപ്പൺ ദ ബോക്സ്. ഹെറ്റ്ന തുറക്കൂ. മലപ്പുറം കത്തി, ബാമ്, അമ്പും വില്ലും. അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ. സോറി, ഫിംഗർ പ്രിന്റ്സ്. ബാറ്റക്കാരാണോ കൊലപാതകികൾ? അല്ല സർ, ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. ഒരു മുഖം മൂടി. ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും. എന്ത് തുമ്പ്? കുറ്റവാളിയുടെ രക്തം. ഇനി അത് മാത്രമേ കിട്ടാനുള്ളൂ. രക്തമെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മദ്രാശിയിലെ ആരൊക്കെയോ പിടിച്ചു എന്നോ കമ്മിറ്റി എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. അസംബ്ലി കൂടാൻ പോവാ. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ, നിങ്ങളല്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചില്ലെങ്കിൽ ഖജനാവിന് വരുത്തി വെച്ച നഷ്ടത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് ഐ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതൊരു കൊലപാതകമല്ല, സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. 2 വർഷത്തെ സർവീസ് തികയാൻ 2 ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ കേസ് നടത്താൻ കഴിഞ്ഞില്ല. ആദ്യം അവർക്ക് നീതി നൽകൂ. കേസ് അന്വേഷണം മാസ്റ്റർ. லாக் பண்ணிட்டு போயிட்டாரு. இவருக்கு எப்படி தெரிஞ்சது அப்படின்னு சொல்லி. ഓ ഇവங்க സെയിൽസ് ഗേൾ അല്ലേ? ആ, പെട്ടെന്ന് മനസ്സിലായി. ഒരു നിമിഷം. ഇപ്പൊ വരാം. ഏതോ പരസ്യ ചിത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട്. ഈ വേഷം കണ്ടിട്ടാണോ? സിഐഡികളുടെ ഒരു അന്തർദേശീയ വേഷമാണ്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓർക്കുന്നില്ല. ഇനി ശ്രദ്ധിച്ചോളൂ. പിന്നെ മിനിസ്റ്ററോട് ഞാൻ കുറച്ച് ചൂടായി. ഏത് മിനിസ്റ്റർ? ഹോം മിനിസ്റ്റർ. ശോഭയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഞാനൊന്ന് പഠിക്കട്ടെ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇനി എന്നാണോ ഇവരൊക്കെ പഠിക്കും? ശോഭ സമാധാനമായിട്ടിരിക്കും, എല്ലാം ശരിയാകും. ആരാ ആ കൗണ്ടറിൽ നിൽക്കുന്ന കള്ളത്താടിക്കാരൻ മൊട്ട? എവിടെ? ലെഫ്റ്റില്. അയ്യോ, അത് ഇവിടുത്തെ ജോലിക്കാരനാ, പാവാ. അതുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ സിഐഡീസ് വേഷം മാറുന്ന പോലെ കള്ളക്കടത്തുകാരും വേഷം മാറും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവരെയും സന്ദേഹപ്പെടുறாங்க. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നീ ആരെ കാണാൻ പോയതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും. ഇവിടെ നടക്കുന്നത് കേസന്വേഷണം അല്ല, പഞ്ചായത്തടിയാണെന്ന് ഞാൻ എഴുതും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നിട്ട് മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാൻ വന്നവനാണല്ലോ നീയും. നിനക്ക് ഞാൻ ക്ലോറോഫോം തന്നു, സിറിഞ്ച് തന്നു. ഇടാ, ഒരു മനുഷ്യന്റെ ഒരു തുള്ളി ചോര പോലും എടുക്കാൻ കഴിയാത്ത നീയൊക്കെ എവിടുത്തെ സിഐഡിയാണ്ടാ? ക്ലോറോഫോം തീർന്ന പിന്നെ വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ആ കശ്മലന്റെ ചോര എടുക്കാൻ എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച്. വേണ്ട, ഒരുമിക്കണ്ട. 24 മണിക്കൂറിനകം അവന്റെ ചോരയെടുത്ത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇല്ല, താങ്കൾ വന്നിട്ടാകുന്ന കരുതി. ആഹാ, എന്നിട്ട് പാവം പാവര്. ആ, 20 ചപ്പാത്തി. അത്രയും 20 ചപ്പാത്തി പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. ബോൺലെസ് ചില്ലി ചിക്കൻ 4 ഫുൾ. 4 മതിയോ സാർ? ഇപ്പൊ അത്രയും മതി. പിന്നെ ഫ്രൈഡ് റൈസ്. അല്ലെങ്കിൽ ഇത് ആദ്യം കൊണ്ടുപോവാ, ബാക്കി ഒന്നും അപ്പൊ ഞാൻ പറയാം. பார்சல் கேட்டிருக்காரா? ஃபர்ஸ்ட் சாப்பிடுறதுக்கு அப்புறமா ஒண்ணு சொல்றேன். என்ன அசால்ட்டுக்கு அப்படி குத்தி எடுத்துட முடியுமா என்ன? அப்பலாம் இருக்க கூடாது, நரம்புல இருந்தா எடுக்க முடியும். பட் அப்ப யாருக்கு தெரியும் அதெல்லாம்? வலிக்கும்ல. சதையில போய் மாட்டிக்கிச்சுன்னா ஒண்ணும் வராது ரத்தம்லாம்.
எப்ப அப்புறம் ஏன் வந்து இப்படி போராடுறாங்க கையில எல்லாம்? സോഡ യെസ് ഓംലെറ്റ് യെസ് സർ യെസ് சீட்டுல குத்துறாரா? இயாள் உடம்புல ரத்தமே இல்லையா? സർ വാട്ട് ഈസ് ദിസ് ദിസ് വൺ ஐயோ സോറി സാർ എന്തോ കഴിച്ചു സാർ. തന്റെ സ്വർഗത്തേണോ വന്നല്ലെങ്കിൽ വേറെ എടുത്തു പോയി ഇഡിയറ്റ്. இப்ப அவருக்கு தெரியணும்ல ஏதோ கடிச்சதுன்னா சர்வர் தான் அது பண்ணாருன்னு. വാട്ട് ഈസ് ദിസ് ചിക്കൻ ആലക് ஐயோ 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 ഇവനെ ഞാൻ അറിയും. ഇവനെ എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. എന്തോ മരുന്ന് കുത്തിവെച്ച് എന്നെ കൊല്ലാനാണ് അവന്റെ ശ്രമം. എന്നെ കൊന്ന് എന്റെ പരീക്ഷണ ഫലങ്ങൾ തട്ടിയെടുക്കാൻ ആരോ അയച്ചതാണ് ഇവൻ. കുഞ്ഞേട്ടാ இப்ப இவங்க குரூப் இவரை தேட போகுது. കുഞ്ഞേട്ടാ ആഹാ, പ്രഭാകരനായിരുന്നു. ഞാൻ வெறும கோழி ஒளிஞ்சிருக்காரு. ചുമ്മാ അല്ല തന്നെ മദ്രാസ് പോലീസ് പിടിച്ചത്. താൻ പിന്നെ എന്തിനാ മുടിയും താടിയൊക്കെ വെച്ചേ? കുട്ടിച്ചാ തൂക്കിക്കണ്ടല്ലോ. എന്നെ വിളിച്ചോ? ആ എവിടെയായിരുന്നു? തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ആ CID-കളെ തട്ടാൻ പറഞ്ഞിട്ട് തട്ടിയില്ല. ഞാനാണെങ്കിൽ ദേവഗൌഡയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. നീ ആ ഇടുക്കിയിലോട്ടൊന്ന് വിളിച്ചു പറ, കഞ്ചാവ് ലാറി പുറപ്പെട്ടോളാൻ. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ചെക്ക് പോസ്റ്റ് ഇടിച്ചു തീർക്കുകയോ പോലീസുകാരെ തട്ടുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷേ കഞ്ചാവ് മംഗലാപുരത്ത് എത്തിയിരിക്കണം. கஞ்சா பிசினஸ் பண்ணிட்டு இருக்காங்க முதல்ல. ஆஹா, செக் போஸ்டே உடைச்சிட்டு போறாங்கன்னா கன்ஃபார்ம். ரன்னிங் சேசிங்காக அந்த மியூசிக் போறேன். இது குயிலோ இல்ல கிளியோ இல்ல. ஐயோ ஓ, அப்ப எடுக்கலையா அப்பா அத புத்தகத்தோட சரியா? முடிச்சிட்டேன். ஓ இவரை பிடிக்க வந்ததுனால இப்ப அந்த ரன்னிங் சேசிங் குரூப் கிட்ட போய் എന്നെ കൊല്ലാൻ ആരാണ് നിന്നെ അയച്ചത്? അവനെ കൊല്ലും, നിന്നെ കൊല്ലും. നിക്കടാ അവിടെ. കില്ലിയോ? കില്ലിയോ? அந்த லாரி மடக்கி ஏற போறாரு நினைக்கிறேன். இந்த டெக்னிக் பார்த்தா இந்த டெக்னிக் யூஸ் பண்றாங்க. I say you stop there. ஓ, போலீஸ் ஜீப்பா? ஓ இது அவரோட தானே? அவர் வந்து தான் இருக்கும். Stop there. Stop there. I'll kill you. இப்ப இதுக்கு ஓட போய் அதோட சேசிங் காண மாதிரி ஆக போகுது. தான் வந்துருச்சு. ஆனா பின்னாடி இல்ல வருது இது. அவர் பாப்பா ரன்னிங்ல லேட்டாரு. சி, பயங்கரமான ஆளா இருக்காரு. அதானே ஆளுக்கு சைஸுக்கு சம்பளம் பண்ண போறாரு. உள்ள போயிட்டு இருப்பாரு. ஐயோ அவர் சாதாரண ஆள் இல்ல போலயே. இவர் அவரை சேஸ் பண்ணிட்டு போறாருப்பா. பெட்ரோல் எல்லாம் நிக்க போகுது. மடக்கி பிடிச்ச மாதிரி அமைச்சிக்க போறாரு இவரு. அவர் பிடிக்கிறல்ல அத, அப்ப என்னதான் பண்றது? ഇതിന് ചീത്തയാകാൻ കണ്ടുപിടിച്ചു. இவருக்கு தெரியாது லாரி பிடிச்சு வருவாருன்னு. நிப்பாட்ட போறாரு. போலீஸ் இப்ப உள்ள வர போகுது. எஸ் கன்ஃபார்ம் போலீஸ் வரும். Stop. அவர் இருக்க சைதுக்கு போட்டு அமைக்கிட்டா இருப்பாங்க. எனக்கு இது பார்த்து செம காமெடியா இருக்குப்பா. அவர் இவரை போட்டு அமுக்குறது, வரட்டு கிட்ட வரட்டும் அப்படி. அதான் இப்ப போலீஸ் வந்து பார்த்தா CID தான் இந்த கேஸ எடுத்து பிடிச்ச மாதிரி ஆயிடுச்சுன்றாங்க. ஐயோ, அவர் மறந்துட்டு போகுது. ஐயோ போலீஸ் ஜீப் வந்துகிட்டு இருக்கு. என்னமோ பண்ண போய் என்னமோ பண்ணி இப்ப நல்ல பேர் ஆயிடுது. സാർ യെസ്, എന്താ പ്രശ്നം? ഈ കഞ്ചാവ് ലോറി പഞ്ചാബ് ലോറിയാ? ഈ കഞ്ചാവ് ലോറി உடனே இப்ப മാத்த ഈ ഈ കഞ്ചാവ് ലോറി? അതെ, കഞ്ചാവ് ലോറി. അല്ല, ചെക്ക് പോസ്റ്റ് തകർത്ത് ഓടിയെന്ന് വിവരം കിട്ടി. ചെക്ക് പോസ്റ്റ് തകർത്താലും തോക്കുമായി വന്നാലും ഏത് കഞ്ചാവ് ലോറിയും ഞാൻ പിടിക്കും. എപ്പടി മാത്രമല്ല ഷോമായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇൻസ്പെക്ടർ, കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല ഈ സംസ്ഥാനം തന്നെ ശുദ്ധീകരിച്ചിട്ട് ഞങ്ങൾ പോകൂ. ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ.
சேடி ஃப்ரம் தமிழ்நாடு. சல்யூட் வேற. ஏர்ன ஸ்டைல் பாத்தியா? ഫിറ്റുമേ നല്ല ഇருக்கு അതിലെ. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് തകർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു, പക്ഷെ ആരും നമ്മുടെ കഞ്ചാവിലാറ് ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണ് സാറേ നമ്മുടെ ഡ്രൈവറെ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവര് അനന്താ, നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാര ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. കുഞ്ഞിഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. അതേ ഉള്ളു ഏക இன்னும் குருவாயூர் போயிட்டு இருக்காரு. തിലക്കണ്ണി ഇപ്പടി ഇരിക്കാറ്. പത്രത്തിൽ പേരുണ്ടായിരുന്നെന്ന് ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ സിഐഡി പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് CID രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോടുകൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നേ? അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ, മോനിങ്ങന്ന് മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യമാണ്. അന്നൊരു പുത്തൻ കുട കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് CID ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. മോനെ പാല് പോകാൻ ധൃതിയില്ല. இந்த குழந்தைக்கே இப்போ ஒரு 45 வயசு இருக்கும். 40ல இருந்து 45 வயசு இருக்கும். ஐயோ പാവം. സാറേ ഒന്നിങ്ങി ഒന്ന് കള്ള പാസ്പോർട്ട് കിട്ടിയില്ല. ദുബായി പോയാൽ മതിയോ? എവിടെയായാലും പാസ്പോർട്ട് വേണ്ടേ? വേണ്ട, അങ്ങനെ ഒരു സംവിധാനം ഒത്തുവന്നിട്ടുണ്ട്. ചരക്കും കയറ്റി പോകുന്ന ഉരുവില് നിങ്ങളെ ദുബായിൽ എത്തിക്കും. ഉരുവില ആ, ഇക്കാലത്താ? സംശയിക്കേണ്ടെന്നേ, ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കള്ളലോഞ്ചിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അതാരാപ്പ അത്? മമ്മൂക്കോയാ? അയ്യോ, ഇവർ ദുബായിൽ തൊട്ട് ചെന്നൈയിലെ ഇറക്കി വിടുന്നത്. BGM പത്തിയാ വന്ന ഇടത്തേക്ക് തിരുம்ப അമ്മച്ചോടെ പോരാറ് ഇവരെ. ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇപ്രായത്തിലും ഗൾഫിൽ കിടക്കാനുള്ള പൂതി വിട്ടിട്ടില്ലല്ലേ കൊച്ചു കള്ള. എന്റെ മകന്റെ കല്യാണം അടുത്ത ആഴ്ച ഷാർജ വെച്ച് നടക്കുക. മദാമേ, ആ, പെട്ടെന്ന് പാസ്പോർട്ടൊന്നും കിട്ടിയില്ല. അല്ല, ജോലിക്കൊന്നുമല്ല. അപ്പൊ നമ്മളിപ്പം വന്നത് നിങ്ങളെ ഭാഗ്യം. ഇത് കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി പോകണം. കാലിഫോർണിയ വരയ്ക്കും പോകുമാമ്പാ. കാലിഫോർണിയയിലേക്ക് திரும்ப அந்த அப்ப சொன்ன அதே கதை சொல்றாரு. നമ്മളിത് ദുബായ് കടപ്പുറം വഴി തിരിക്കാം. നീന്താ അറിയോ? എന്തിനാ? റൈറ്റ്. ബസ് നഗരത്തിൽ ഇറക്കി പോരാറ്. തലയിലേക്ക് കുരു അങ്ങനെ അടുപ്പിക്കാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഇത്തിരി നീന്തേണ്ടി വരും. നീന്താം, പക്ഷെ ദുബായ് പോലീസിന്റെ കണ്ണിലോ മറ്റേ പെട്ടാൽ അതിന് നിങ്ങൾ പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ കയറി ചെല്ലണേ. പ്രായമായ ആളല്ലേ, മൂപ്പർക്ക് ധൈര്യം കുറച്ച് കുറവാ. അതിന് നമ്മളില്ല ഇവിടെ. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അറബി ഡ്രസ്സ് കരുതിക്കോളി. കര വച്ച ഉടനെ അതിട്ട് അങ്ങോട്ട് നടക്കുക. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അറബി വാക്കുകൾ ഞാൻ അപ്പൊ പഠിപ്പിച്ചുതരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അറബികളെ അറബി പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറബി ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ലാന്ന് ഇപ്പൊ പഠിപ്പിച്ചുതരാം. അസ്സലാമു അലൈക്കും പറഞ്ഞാട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വ അലൈക്കും മുസ്സലാം വ വ അലൈക്കും മുസ്സലാം അലൈക്കും മുസ്സലാം. മതി മതിന്ന് ശരി മതി. അപ്പം അറബിക്കുപ്പായും പൈസ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ഇങ്ങോട്ട് പോരണം. ഈ വെള്ളിയാഴ്ച എനിക്ക് മനസ്സിലായില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബുൾഫിഞ്ചിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അങ്ങ് അകലെ ഒരു വിദൂര സ്വപ്നം പോലെ അവയുടെ ചിറകിന്റെ വർണ്ണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചെടുത്തത്. അപ്പോ ഏതോ രണ്ടുപേരും മീറ്റ് പണം പറയുക. അവ ഏതോ അജ്ഞാത പ്രദേശങ്ങളിൽ അലയുന്നുണ്ടാവണം. ഈ വെള്ളിയാഴ്ച രാത്രി നമ്മൾ എല്ലാ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടും. അയലൻഡിൽ ചെല്ലും, ബുൾഫിഞ്ചിനെ കണ്ടെത്തും. Thank you for watching. நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye bye. Bye.